Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Wassallallahu ta'ala wasallam ala khairil khalqi sayyidina Muhammad wa ala alihi washabihi wasallam. Amma ba'd. വളരെയേറെ സന്തോഷദായകവും അതോടൊപ്പം തന്നെ പ്രചോദനദായകവുമായിട്ടുള്ള ഈ വേദിയിലിരിക്കുന്ന MSF വേങ്ങര മണ്ഡലം സെക്രട്ടറി അദ്നാൻ മോസി സാഹിബ് അവറുകൾ, അതോടൊപ്പം തന്നെ പുകയിൽ യൂണിറ്റ് MSFന്റെ പ്രസിഡന്റ് സർഫാസ് അവറുകൾ, MSF പുകയിൽ യൂണിറ്റ് സെക്രട്ടറി അജ്മൽ അവറുകൾ, മറ്റു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, MSF പുകയിൽ യൂണിറ്റ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻറ് സമ്മിറ്റിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു ഈ ഒരു സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുസൽമാനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല നിയമങ്ങൾക്കെതിരെയും നയങ്ങൾക്കെതിരെയും ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ, ഉദ്ഘോഷിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ MP-മാരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കീഴിൽ വർത്തിക്കുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് നാം എല്ലാവരും. MSF എന്ന പ്രസ്ഥാനം ചരിത്രത്തിന്റെ ഒരു ദിശയിൽ എല്ലാം ഒത്തപ്പോൾ ജന്മം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. സീതി സാഹിബിന്റെ ദിശണയിൽ അത് ഉദയം കൊണ്ടു. CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രതിഭയിൽ അത് വികാസം കൊണ്ടു. ഹബീബ് റഹ്മാന്റെ കർമ്മവീര്യത്തിൽ അത് പുതിയ ചക്രവാളങ്ങൾ കീഴടക്കുകയും കേരളത്തിന്റെ പുറത്തുള്ള ക്യാമ്പസുകളിൽ പല മേഖലകളിൽ MSF അതിന്റെ പച്ച പതാക പാറി പറത്തുകയും ചെയ്തു. ആ ഒരു പതാകയ്ക്ക് കീഴിൽ വർത്തിക്കുന്ന പ്രവർത്തകരാണ് നാം എല്ലാവരും എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഏതായിരുന്നാലും ദീർഘമായിട്ടുള്ള ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുകയല്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു സ്റ്റുഡൻറ് സമ്മിറ്റ് ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വേങ്ങര നിയോജക മണ്ഡലം MSFന്റെ കരുത്തനായിട്ടുള്ള സെക്രട്ടറി അദ്നാൻ മോസി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സംഗമത്തിൽ പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്നത് NC ജംഷർലി സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഏതാനിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വേദിയിലും മറ്റുമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ വിദ്യാർത്ഥി നേതാക്കൾ, എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി സാദരം ക്ഷണിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വേങ്ങര മണ്ഡലം MSF സെക്രട്ടറി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സമ്മിറ്റിൻ്റെ അധ്യക്ഷൻ സർഫാസ് സ്വാഗത ഭാഷണം ആശംസിച്ച റയീസ്, വേദിയിലുള്ള MSFന്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരെ, എൻ്റെ പ്രിയ ഉച്ചാനുജന്മാരെ, വേങ്ങര നിയോജക മണ്ഡലം MSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് യാർനഗർ പഞ്ചായത്തിലെ പുകയൂരുള്ള യൂണിറ്റ് നടത്തുന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. കാരണം മൊബൈലൊന്ന് ശ്രദ്ധിക്കുന്നു ഒഴിവാക്കി. കാരണം നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് വരുമ്പോൾ
ലീഡ് 360 അഥവാ ഒരു റൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ 360 എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ശാഖാതലം തൊട്ട് പഞ്ചായത്ത് മണ്ഡലം തലം വരെയുള്ള എല്ലാ യൂണിറ്റുകളിലെയും പ്രവർത്തകരെ ഒരുമിപ്പിച്ചൊരു പ്രോഗ്രാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വേങ്ങര നിയോജക മണ്ഡലം MSF കമ്മിറ്റി ഈ ഒരു പ്രോഗ്രാമിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യം പഞ്ചായത്ത് തലത്തിൽ കോൺക്ലേവ് നടന്നു, അതിനുശേഷം സ്റ്റുഡൻറ് സമ്മിറ്റ്, ഇനി പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികളെ ക്യാമ്പ് നടക്കുന്നുണ്ട്, അതുപോലെ പഞ്ചായത്ത് ഭാരവാഹികൾ വെച്ചിട്ടുള്ള ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ MSFന്റെ അനിവാര്യത, ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ ഇടയിലൊക്കെ അരാഷ്ട്രീയവാദം വളരെയധികം മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അരാഷ്ട്രീയവാദം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മൾ കരുതും അവൻ അരാഷ്ട്രീയവാദിയാണ്. നമ്മുടെ സുഹൃത്തിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കരുതും അവൻക്ക് രാഷ്ട്രീയമില്ല, അവൻ അരാഷ്ട്രീയവാദിയാണെന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ അറിയുന്നത് അവൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും കാണുമ്പോഴാണ്. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും നമ്മൾ കുറച്ച് ആളുകൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരുന്നു, അവനവിടെ കളി കാണുന്നുണ്ട്, അവന് മറ്റു പരിപാടികൾക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പം നിങ്ങൾ അവരോട് രാഷ്ട്രീയം പറയാം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് രാഷ്ട്രീയം പറയാം. പിന്നെ കുറേ ആളുകൾ പറയും രാഷ്ട്രീയം കൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ പഠിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. ഏത് വലിയ പഠിച്ച ഉദ്യോഗസ്ഥനാണെങ്കിലും ഏത് വലിയ ഡോക്ടറാണെങ്കിലും അവൻ്റെ കാര്യം തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവന് ശമ്പളം എത്ര കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അരാഷ്ട്രീയവാദം യുവാക്കളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ പുതിയ സമൂഹത്തിലെ നമ്മുടെ ആളുകളുടെ ഇടയിലാണ്. പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അവർ പറയുന്നുണ്ട്. പിന്നെ MSFന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ നമ്മൾ സുവർണ കാലഘട്ടത്തിലാണ്. കാരണം ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ MSFന്റെ ഒരു കോളേജുകളിലും ഒക്കെ ഉള്ള അവസ്ഥ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സീറ്റുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഏത് കോളേജുകളും യൂണിവേഴ്സിറ്റികളും വിജയിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാനുണ്ട്, ഈ പ്രാവശ്യം കോളേജ് സീറ്റിൻ്റെ കാര്യങ്ങൾ നടന്നു. 97% സീറ്റ് നേടിയ കുട്ടികൾ പോലും പുറത്താകുന്ന അവസ്ഥ, 10 A+ നേടിയ കുട്ടികൾ പോലും പുറത്താകുന്ന അവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിലൊക്കെ കുറെ ആളുകൾ പീഡിയ കൊലയിലൊക്കെ ഇരുന്നിട്ട് പറയാണ് ഇതിനൊക്കെ കാരണം മുസ്ലിം ലീഗാണ്. അതാണ്, മുസ്ലിം ലീഗാണ് ഇതിന്റെ കാരണക്കാര്. കാരണം ഈ കോളേജിലും ഈ +2 കുട്ടികൾ പോകാത്തതിനും സീറ്റില്ലാത്തതിനും കാരണം മുസ്ലിം ലീഗാണ്. ശരിയാണ്, അവർ പറഞ്ഞത് 100% ശരിയാണ്. ഇതിന്റെ കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്. CH കണ്ട കാഴ്ചയാണ് ഇതിന്റെ കാരണം. വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ നേടിത്തന്ന CH ആണ് ഇതിന് കാരണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയും ഉയർന്ന മാർക്കോട് കൂടി വിജയിക്കുന്നത് മലബാർ മേഖലയിലായി പോയി. അതാണ് മുസ്ലിം ലീഗ്. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന മാർക്ക് അത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം 1815 കോട്ടയത്ത് CMS കോളേജ് സ്ഥാപിച്ച് നമ്മുടെ മലബാറിലെ ആദ്യത്തെ കോളേജ് വരുന്നത് 1969-ലാണ്. 153 വർഷം നമ്മൾ അവരുമായി പൊരുതിയിട്ട് ഇപ്പോൾ കോട്ടയം ഭാഗങ്ങളിലൊക്കെ സീറ്റുകൾ ധാരാളം ഒഴിവാണ്. പക്ഷെ നമ്മുടെ ഈ BSMO കോളേജിൽ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 98% മാർക്ക് വേണം. ഈ പ്രാവശ്യത്തെ അവസ്ഥയാണ്. 98% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഗത്തേക്ക് ഓരോ സീറ്റുകൾ കിട്ടുന്നുള്ളൂ. ആ വിപ്ലവത്തിന്റെ കാരണം നമ്മുടെ മൺമറഞ്ഞു പോയ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ദീർഘവീക്ഷണമാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മൾ CHനെ പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് CHനെ പറഞ്ഞു കൊടുക്കണം. ആരാണ് CH എന്താണ് ചെയ്തത്? ഓരോ നാട്ടിലേക്കും ആദ്യ കാലഘട്ടങ്ങളിൽ യാർനഗറിലേക്ക് CH വരുമ്പോൾ ആളുകൾക്ക് പേടിയായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞാൽ നാട്ടിലെ പ്രമാണിമാരുടെ ലിസ്റ്റ് എടുക്കണേ. ലിസ്റ്റ് എടുത്തിട്ട് ഓരോരുത്തർ വരുമ്പോഴും CH വരുമ്പോൾ ഓരോ പ്രമാണിമാരും ചിലപ്പോൾ ആ ഭാഗത്തുനിന്ന് മുങ്ങണേ. കാരണം പ്രമാണിമാരെ പേര് വിളിക്കണേ. കോയ സാഹിബ്, ആജി സാഹിബ്, നമ്മുടെ ബീരാൻ സാഹിബ്, ഓരോരുത്തരെ പേര് വിളിച്ചുകൊണ്ട് പറയണേ ഒരു സ്കൂൾ തരട്ടെ എന്ന്.
അതാണ് ചോദിക്കുന്നത്. CH ചോദിക്കുന്നത് നിങ്ങൾക്കൊരു സ്കൂൾ തരട്ടെ. അങ്ങനെ കൊടുത്ത് ഓരോ മുക്കിലും മൂലയിലും സ്കൂൾ എത്തി. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏത് A+ എടുത്ത് നോക്കിയാലും മലപ്പുറം ജില്ല 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മുസ്ലിം ലീഗ് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യത എന്താണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ വിദ്യാർത്ഥികളും അവരുടേതായ രാഷ്ട്രീയം പറയുമ്പോഴും നമുക്ക് MSFകാർക്ക് ഇപ്പോ CPMകാർ പറയുന്നുണ്ട് അവര് വന്നു എല്ലാം ശരിയാക്കും, ശരിയായി, പിന്നെ തുടരണം, ഭരണം, എന്തൊക്കെയാണ് അവർ പറഞ്ഞത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പിണറായി വിജയൻ പഠിച്ചത് വരെ മുസ്ലിം ലീഗ് കൊടുക്കുന്ന കോളേജുകളിലാണ്. അതുകൊണ്ട് ഒരു കോളേജ് പോലും അവർക്ക് കാണിക്കാനില്ല. അവരുടെ കാലത്ത് കൊടുന്ന ഒരു കോളേജ് പോലും അവർക്ക് കാണിക്കാനില്ല. കഴിഞ്ഞ 5 വർഷത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 2016 അവർ അധികാരത്തിൽ വരുമ്പോൾ 2017 വരെ ഒടുക്കത്തെ തിരക്കായിരുന്നവർക്ക് അവരുടെ മന്ത്രിമാർക്ക് ഒഴിവില്ലായിരുന്നു. അതിന് കാരണം 2016 വരെ ഭരിച്ചത് UDF സർക്കാരായിരുന്നു. ഉദ്ഘാടനങ്ങൾ കൊണ്ട് പാലങ്ങളെ, തോടുകളെ എല്ലാം ഉദ്ഘാടനങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു. അതിന് കാരണം അവിടെ ഭരിച്ചത് UDF ആയിരുന്നു. ഈ 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പൊ വൈകുന്നേരം മുഖ്യമന്ത്രി വന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വാർത്താ സമ്മേളനം വായിച്ചിരുന്നു. ആദ്യം നമ്മുടെ ഈ ഒരു മന്ത്രിസഭ വന്ന ഒരു 2 ആഴ്ച. ഇപ്പൊ അതും നിർത്തി. ആ കിറ്റ് കൊടുത്തു. കിറ്റിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ ആളുകൾ ഓരോരുത്തരും വോട്ടുകൾ ചെയ്തിരുന്നത്. കിറ്റിന്റെ പേര് പറഞ്ഞ് വോട്ട് ചെയ്ത ആളുകൾ ഇപ്പൊ കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പെട്രോളിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ GSTയിലേക്കും കൊണ്ടുവരാൻ ഏക എതിര് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ GSTയിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്രോളിന്റെ വില കുറയും. കാരണം നമ്മുടെ ഓരോ സംഗതികളും ഇവരാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പൊ കറണ്ട് ബില്ല് കൂട്ടാൻ പോവുകയാണ്. ഓരോന്നോരോന്ന് പറഞ്ഞ് ഇപ്പോ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാപട്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ മുസ്ലിം ലീഗിന്റെ സംഘശക്തിയായിട്ടുള്ള MSFലേക്ക് നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിന്റെ നല്ലൊരു രീതിയിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗുണഫലം അടുത്ത ഇലക്ഷനുകളിലും മറ്റും നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ. അതുമാത്രമല്ല ഈ പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിച്ച യൂണിറ്റ് കമ്മിറ്റിയെ ആദ്യം തന്നെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി പുതിയൊരു മുസ്ലിം ലീഗ് നേതാവും 9ാം വാർഡ് മെമ്പറുമായ പ്രതിഭട്ടനെ സ്വാഗതം പറയാൻ ബഹുമാനപ്പെട്ട ഈ സാധത്തിൻ്റെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത അദ്നാൻ വസീം, മറ്റു വേദിയിലിരിക്കുന്ന ഇഷ്ട വ്യക്തികളെ, നല്ല സുഹൃത്തുക്കളെ, വേങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വേങ്ങര മണ്ഡലം ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് മീറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മളെ പുകയിൽ യൂണിറ്റ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു നല്ലൊരു വേദിയും നല്ല ഒരു സദസ്സും തയ്യാറാക്കിയ ഇതിൻ്റെ സംഘാടകരെ, ആദ്യമായി പുകയിൽ യൂണിറ്റിന് സംഘാടകർ ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. വളരെ വിശദമായി കാര്യങ്ങളെല്ലാം നമ്മൾ അതിനാൽ MSFൻ്റെ ചരിത്രവും MSFനെ കൊണ്ടുള്ള ഗുണങ്ങളും എല്ലാം നിങ്ങളോട് വളരെ വിശദമായി നിങ്ങളോട് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല ഒരു ക്ലാസ് നമ്മൾ ഇവരോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവരോട് യാത്രയിലാണ്. അപ്പോൾ നല്ല ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു MSFനെ പറ്റി പഠിക്കാൻ നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് വളരെ എല്ലാവരും നല്ല ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ ഈ പ്രായം, നിങ്ങളെ ഈ കലാലയ രാഷ്ട്രീയത്തിൽ, അതുപോലെ നിങ്ങളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ വിദ്യാഭ്യാസത്തോടു കൂടി കുറച്ച് രാഷ്ട്രീയവും, നിങ്ങൾക്കറിയാം കോളേജിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ കൊറോണ സമയമായതുകൊണ്ട്
കാര്യമായിട്ട് കോളേജ് ലെവലിലൊന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിലും ഈ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കലാലയത്തിലൊക്കെ രാഷ്ട്രീയം ചൂട് പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം MSFൻ്റെ കാര്യങ്ങളെല്ലാം അതിനാൽ നിങ്ങൾ വളരെ വിശദമായി ഇവിടെ പറഞ്ഞല്ലോ. നമ്മളെ ഈ സൗകര്യങ്ങളും നമ്മുടെ ഈ നാട്ടുപുറത്ത് കാണുന്ന ഈ വിദ്യാഭ്യാസമായി നമുക്ക് പഠിക്കാനുള്ള ഈ സൗകര്യങ്ങളും എല്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ PSM കോളേജ് മുതൽ EMA കോളേജ്, മലബാർ കോളേജ്, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ കോളേജും MSFൻ്റെ അതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവർ നമ്മുടെ രാഷ്ട്രീയം നമ്മളെ ഭരണത്തിലേറി ആ സമയത്താണ് ഈ പറഞ്ഞ ഈ കോളേജുകളെല്ലാം ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. കാരണം അവിടെ പോയാൽ അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഒരു സീറ്റ് റെക്കമെൻഡ് വേണ്ടെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരാണ്. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ MSFിലൂടെ രാഷ്ട്രീയത്തിലൂടെ മുതിർന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടായ നേട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളീ കാണുന്ന ഈ സുഖസൗകര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളെല്ലാം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങൾക്കറിയാം അവിടുന്ന് പല കുപ്രചരണങ്ങളും അതുപോലെ അവർ തൊടുന്ന ലഹരി പദാർത്ഥങ്ങളും എല്ലാം കൊടുത്ത് അവർ രാഷ്ട്രീയത്തിലേക്ക് ആളെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും നിങ്ങൾ അവർ നേരുന്ന ഈ പ്രചരണങ്ങളിലേക്കൊന്നും പോവാതെ നമ്മളെ സത്യസന്ധമായ രാഷ്ട്രീയവും അതുപോലെ സത്യസന്ധമായ വിദ്യാഭ്യാസവും ചേച്ചി പറഞ്ഞതുപോലെ പഠിക്കുക വീണ്ടും പഠിക്കുക, ഈ ഒരു നയത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താവണം എങ്ങനെ ആവണം എന്നെല്ലാം ഈ കലാലയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു മുതലെടുപ്പാവും. അതുകൊണ്ട് തന്നെ കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ വളരെ വിശദമായി നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു തരാൻ രാഷ്ട്രീയ നേതാക്കന്മാരോട് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി MSF പഞ്ചായത്ത് സെക്രട്ടറി നജീബ് PM സാഹിബിനെ അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സർഫാസ്, അതുപോലെ തന്നെ വേദിയിലുള്ള വാർഡ് മെമ്പർ പ്രതിഭട്ടൻ, വേങ്ങര നിയോജക മണ്ഡലം MSFൻ്റെ സെക്രട്ടറി അദ്നാനോസി, അതിലപ്പുറം എൻ്റെ മുന്നിലിരിക്കുന്ന MSFൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മളിന്ന് ഇവിടെ ഇങ്ങനെ ഒരു മനോഹരമായ സദസ്സിൽ ഇരിക്കുന്നത് വേങ്ങര നിയോജക മണ്ഡലം MSF കമ്മിറ്റിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കാലാഗമനത്തിലും ആത്മാഭിമാനത്തോടെ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയിലാണ്. നമ്മുടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മുടെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരുമൊക്കെ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒക്കെ വാർത്താ ചാനലുകൾ ഒക്കെ കാണുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ കാലത്ത് നടന്ന ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടണം എന്നുള്ള ഒരു ചർച്ചയാണ്. എന്തിനാണ് കേരളം ഭരിക്കുന്ന സർക്കാർ ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്നത്? അതുപോലെ തന്നെ പല ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളിലും നമുക്ക് ഇരു സർക്കാരുകളും അനീതി ചെയ്യുന്ന ഒരു കാലത്ത് എന്താണ് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടിട്ടുള്ളത്? അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഒരു പാർട്ടിയെക്കുറിച്ചുള്ള പൂർവ്വചരിത്രം പറയാനുള്ളൊരു സമയം ഇവിടെ ഇല്ല. എന്നാലും
സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ വേറൊരു രാജ്യം പിറവിയെടുക്കുകയും പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാവുകയും അങ്ങനെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ നമുക്കറിയാം ഇന്ത്യ വിഭജിച്ച കാരണം പോലും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിം ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംഘടന വേണം എന്ന് ഉറക്കെ പറയുകയും അതിൻ്റെ പ്രവർത്തന ഫലമായി ആ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത്. നമുക്കറിയാം, നെഹ്റു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇനി എന്തിനാണ് ഒരു മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്ന ചോദ്യത്തിന് ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് കൊടുത്തൊരു മറുപടിയുണ്ട്. നെഹ്റു അങ്ങ് എത്ര കാലം ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നിലകൊള്ളും, അല്ലെങ്കിൽ എത്ര കാലം ഇന്ത്യ കോൺഗ്രസ് ഭരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനല്ലാതെ നെഹ്റുവിന് സാധിച്ചിരുന്നില്ല. കാരണം വരും കാലങ്ങളിൽ ഇന്ത്യ ആരുടെ കയ്യിലായിരിക്കും, ഇന്ത്യ ആര് ഭരിക്കും എന്ന ഒരു ചോദ്യം വളരെ ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം കേട്ടത്. മറുത്തൊന്നും ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനോട് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം ദളിത് പോലെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പിറവിയെടുത്ത ഈ സംഘടന പതിറ്റാണ്ടുകൾ പിന്നിട്ട് നിൽക്കുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കും, ഇന്ത്യയിലുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്നും കരുത്തായി കൂടെ നിന്ന പാർട്ടിയാണ്. നമുക്ക് വേറെ കഴിഞ്ഞ കാര്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സെക്രട്ടറി ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ പുതുതലമുറയിൽ ഉണ്ടായി വരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അരാഷ്ട്രീയത്വവാദം. അതായത് എന്തിനാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു സ്വയം തോന്നലും സമൂഹത്തിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമം എന്ന ഒരു നിയമം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നിയമത്തിനു വേണ്ടി നമ്മുടെ എല്ലാ മേഖലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളും അതിൽ പങ്കെടുത്തു. എല്ലാ രാഷ്ട്രീയത്തോടും എതിര് നിൽക്കുന്ന ആളുകൾ വരെ അതിൽ പങ്കെടുത്തു. ഒറ്റക്കെട്ടായി സമരത്തെ നയിച്ചു. അപ്പം അതിനു മുന്നേക്ക് നമ്മളെ വീടുകളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ മോനെ നീ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നത്, നിനക്ക് നിൻ്റെ പണി നോക്കി പോയിക്കൂടെ എന്നുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ എന്തിനാ അതിനു വേണ്ടി സമയം ചെലവഴിക്കണേ, എന്തിനാണ് രാഷ്ട്രീയം എന്നൊരു ചോദ്യമുണ്ട്. പണ്ട് ഒരു സാമൂഹിക പരിഷ്കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തെ ഒഴിവാക്കുകയാണെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ തേടിയെത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നമുക്ക് ഇവിടെ ജീവിക്കാൻ രാഷ്ട്രീയം അനിവാര്യമാണ്, ഒരു സംഘാടന അനിവാര്യമാണ്, ഒരു കൂട്ടായ്മ. അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞവരും രാഷ്ട്രീയ പരിപാടിക്ക് പോകുന്നവരൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മമാരൊക്കെ പറയാൻ തുടങ്ങി, എന്താ മോനെ ഇന്ന് പരിപാടിയൊന്നുമില്ലേ? സത്യമല്ലേ? ഇന്ന് പരിപാടിയൊന്നുമില്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഇന്നില്ലേ എന്ന് ചോദിക്കൽ തുടങ്ങി. അപ്പോൾ രാഷ്ട്രീയം എന്തിനാന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. MSF മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ
MSFനോട് മുസ്ലിം ലീഗ് പറയുന്നത് തൻ്റെ കൂടെ നടക്കുന്നവൻ്റെ നെഞ്ചിൽ കടാര കുത്തി കയറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും വിഭജിച്ച് കാണാനോ അല്ല. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക. അതായിരുന്നു CHന്റെ മുദ്രാവാക്യം. നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പുകയൂർ MSFന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഉറക്കെ പറയാൻ കഴിയും, ഇന്ത്യയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരു കേസിൽ പോലും പേരില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത MSF ആണെന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ MSFന്റെ രാഷ്ട്രീയ ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് MSFന്റെ പ്രവർത്തകരൊക്കെ. ഏതായിരുന്നാലും കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം. മണ്ഡലം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ക്യാമ്പയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പുകയൂർ ഈ നാട്ടിൽ MSFനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അടുത്തതായി പ്രമേയ പ്രഭാഷണത്തിനായി ജംഷറലി സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ചിലപ്പോൾ സംസാരത്തിൽ ആരോഗ്യപരമായ ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ ഉണർത്തിക്കൊണ്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഫഹദും സാബിതും, ഫഹദും സഹദ്, ഞാൻ ഫഹദ് എന്നാണ് സേവ് ചെയ്തത്. അപ്പോൾ അവരിരുവരും നിരന്തരം ബന്ധപ്പെടുമ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ സഹദ് പിണങ്ങുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും ആദ്യം ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ ഒരു ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതും പ്രൗഢിയോടെ നിൽക്കുന്നതുമായ ഒത്തിരി പേരെ കാണാൻ കഴിയുമ്പോൾ അതിൽ കാണുന്ന ഫോട്ടോയിൽ ആ ചിത്രത്തിൽ ഇടം പിടിച്ചവരൊക്കെ പലപ്പോഴും നമ്മൾ സ്മരിക്കുന്നവരാണ്. പക്ഷെ ഇടത്ത് നിന്ന് 5ാമതായിട്ട് കാണുന്ന MK ഹാജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഫോട്ടോ ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രബോധത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവിടുത്തെ MSF കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് എന്ന ബോധവും ഞാൻ മനസ്സിലാക്കുക. തിരുരങ്ങാടിയുടെ തെരുവിലൂടെ ഉമ്മ ചുട്ടുകൊടുക്കുന്ന നെയ്യപ്പവുമായിട്ട് ആ നെയ്യപ്പം കൊട്ടയിൽ വെച്ച് അത് ചുമന്ന് തിരുരങ്ങാടിയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങി വീട്ടിലുള്ള ഉമ്മയെയും പെങ്ങളെയും പോറ്റി പിന്നീട് ബാല്യക്കാരനായ ആ ബാലൻ മദ്രാസിലേക്ക് വണ്ടി കയറി മിഠായി കച്ചവടം തുടങ്ങി. വയസ്സ് 20 ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. 921 മലബാർ സമരാനന്തരം മലബാറിൽ പല മക്കളും യത്തീമുകളായപ്പോൾ മലബാറിലേക്ക് തിരികെ വണ്ടി കയറി യത്തീമക്കളെ ചേർത്ത് പിടിച്ച് തന്റെ വീടും സമ്പത്തും മുഴുവൻ കൊടുത്ത് നിങ്ങളുടെ വാപ്പയായി ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ മഹാനായ MK ഹാജി. നമുക്ക് ആദ്യം MSF ലീഗ് എന്തിനാണ് എന്നതിനെ കുറിച്ച് സംസാരിക്കാം.
ഒരുപക്ഷെ വിപ്ലവങ്ങളുടെ കഥ പറയുന്ന നമ്മളൊക്കെ ക്യാമ്പസുകളിൽ ജീവിക്കുന്നവരാണ്. വിപ്ലവങ്ങളുടെ കഥ പറയുന്ന ചെഗുവേരയുടെ ചരിത്രം ഒരുപക്ഷെ നമുക്ക് ആവേശം കൊള്ളിക്കുന്ന ചരിത്രങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ബ്രണ്ണൻ കോളേജിൽ വടിവാളുകൾക്കിടയിലൂടെ നടന്നു പോയ ഇരട്ടച്ചങ്ങന്റെ ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ മെക്സിക്കൻ അപാരത കാണുമ്പോൾ, സഖാവിന്റെ ചെങ്കൊടി സിനിമയിൽ കാണുമ്പോൾ ആവേശഭരിതരായിട്ട് SFIക്ക് സിന്ദാബാദ് വിളിക്കാൻ തോന്നിയേക്കാം. പക്ഷേ MSF എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ അനിവാര്യത. നമുക്ക് കുറച്ച് കഥകൾ പറയാം. ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ. നമുക്ക് ഡൽഹിയിൽ നിന്ന് തുടങ്ങാം. വാക്ക്ഷോഭങ്ങളല്ല പ്രധാനം, നമ്മുടെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവുമാണ് ഒരു MSFകാരന്റെ ബോധത്തെ വരച്ചിടേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്ന് ഓമന പേരിട്ട് വിളിച്ച ആ സമരാനന്തരം ഡൽഹിയിൽ മയ്യത്ത് കുമിഞ്ഞു കൂടിക്കിടക്കുന്ന രംഗമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. ബ്രിട്ടീഷുകാരന്റെ വെടിക്കോപ്പുകൾക്ക് മുന്നിൽ ചിന്നിച്ചിതറിയ മുസൽമാന്റെ മയ്യത്ത് കബറടക്കാൻ ആളുണ്ടായിരുന്നില്ല. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ മീററ്റിൽ നിന്ന് ഒരു മനുഷ്യൻ ഡൽഹിയിലേക്ക് വരുന്നു. എന്റെ പ്രിയപ്പെട്ട MSFകാര, നിന്റെ ചരിത്രം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഇത്തിരി ആവേശങ്ങളല്ല MSF. DJ ഓണാക്കുമ്പോൾ ഉണരുകയും ഓഫാക്കുമ്പോൾ ചോർന്നു പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ പേരുമല്ല MSF. നമുക്ക് ചെയ്യാനേറെയുണ്ട്. ഗതകാലങ്ങളുടെ സ്മരണ, ഗതകാലങ്ങളുടെ പുനർവായന പോരാട്ടമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നവർ നമുക്ക് ഡൽഹിയിൽ നിന്ന് 1857 സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ അമരസ്മരണയിൽ നിന്ന് MSFന്റെ കഥ പറയാം. മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്ന തൊപ്പിയും താടിയും ഉള്ളൊരു മനുഷ്യൻ. ഞാൻ നിങ്ങളെല്ലാവരും തൊപ്പിയും താടിയും ഉള്ളവരാകണം എന്നല്ല പറഞ്ഞു വരുന്നത്. മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലെ കുതിരാലയത്തിലെ ധാന്യമണികളൊക്കെ ചിതറി കിടക്കാൻ, തേങ്ങിക്കറിയുന്ന ഉമ്മ, ആ ഉമ്മാന്റെ മടിയിൽ ഒരു വൃദ്ധ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത്. ആ വൃദ്ധയുടെ വായിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം മുഴുവൻ കുടിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധ പടഞ്ഞു വീണ് മരിച്ചു. അവസാനം ഉമ്മയെ അവിടെ ഇരുത്തിയിട്ട്, ഉമ്മ ഞാനിപ്പോ വരാന്ന് പറഞ്ഞു ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങി മുസൽമാന്മാരെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ രക്ഷകനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ ആ പേര് കേട്ടിട്ടില്ലെങ്കിൽ MSFന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ആദ്യം ആ മനുഷ്യന്റെ ചരിത്രം പറയണം. നമുക്ക് ബൊളീവിയൻ കൊടുങ്കാടുകളിൽ കഞ്ചാവടിച്ച് നടന്നവരുടെ കഥയല്ല നമ്മുടെ സ്മരണയായിട്ട് പറയേണ്ടത്, സർ സയ്യിദിന്റെ ചരിത്രം. MSF രൂപം കൊണ്ടത് ആരുടെ കയ്യിലാണ്, ആരുടെ ചിന്തയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ പുകയിലുള്ള MSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ് എന്ന് കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതല്ല, പക്ഷെ എന്നോട് സഹാദ് പറഞ്ഞത് ഇവിടെ MSFനെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. അപ്പോ നമ്മൾ പിടിക്കുന്ന പതാകയും ഈ പച്ചപ്പൈന്റും ആ ഓഫീസും മാത്രമല്ല MSF ഒരു ആശയമാണ്, ആദർശമാണ്. ആശയവും ആദർശവും മനസ്സിലാക്കാൻ MSFനെ മനസ്സിലാക്കിയേ തീരൂ എന്നുള്ളത് കൊണ്ട് എന്റെ ഉത്തരത്തിന് അല്ല, എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ തീരൂ എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കണം. MSF ആരുടെ ചിന്തയിൽ നിന്നാണ് പിറവി കൊണ്ട്? എന്റെ MSFകാര് പറഞ്ഞു. ഓക്കെ, സാരേ ജഹാ സേ അച്ഛ എന്ന ഒരു കവിത കേട്ടിട്ടില്ല? അതാരെ എഴുതിയത്? ഓക്കെ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചിലപ്പോ എന്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ചരിത്ര സത്യങ്ങളെ കണ്ണടച്ച് ഇരട്ടാക്കുന്നതല്ല നമ്മുടെ ആദർശത്തിന്റെ ചൈതന്യം എന്നുള്ളത് കൊണ്ട് നമുക്ക് ചരിത്രത്തിലൂടെ പോകാം. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ചിന്തയിൽ നിന്നാണ് MSFകാര നമ്മുടെ സംഘടന പിറന്നു വീണത്. സാരേ ജഹാൻ സേ അച്ഛ എന്ന് പറയുന്ന മഹത്തായ കവിത, ബാങ്കേദറ എന്ന് പറയുന്ന മഹത്തായ കവിത, ആ കവിത അവതരിപ്പിച്ച്, കവിതകൾ അവതരിപ്പിച്ച് അക്ഷരത്തിലൂടെ ആശയങ്ങൾ പകർന്നു തന്ന മഹത്തായ ദാർശനികനും
അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ചിന്തയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നുമാണ് MSF പിറന്നു വീണത്. അത് മലബാറിലെത്താൻ സമയമെടുത്തു എന്ന് മാത്രം. മലബാറിൽ രൂപം കൊള്ളുന്നതിന്റെ എത്രയോ മുമ്പ് രാജ്യത്തിന്റെ പലയിടങ്ങളിലും MSF രൂപം കൊണ്ടിട്ടുണ്ട്. ആ ചരിത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. മറ്റൊരു കാര്യം, നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. ഈ ഒരു പ്രായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ കാര്യം കിട്ടുന്നത് അങ്ങോട്ട് ചായും എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലേക്ക് അരി വാങ്ങിത്തരാനോ, വീട്ടിൽ മകളുടെ കല്യാണം നടക്കുമ്പോ വരുന്ന MLA 1000 തരാനോ അല്ല നമ്മൾ ഈ പാർട്ടിയിൽ അംഗമായിട്ടുള്ളത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വാർഡ് മെമ്പർ ജയിക്കുമ്പോ DJ ഓണാക്കിയാൽ ഞങ്ങൾ അടുത്ത വർഷവും നിന്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിട്ടുപോകും എന്ന് പറയാനുമല്ല നമ്മൾ ഈ പാർട്ടിയുടെ കൂടെ നിന്നത്. ഞാൻ പുകയൂരിലെ MSFകാരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ എൻ്റെ നാട്ടിലെ MSFകാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊക്കെ ചരിത്രബോധമുള്ള MSFകാരാണ് എന്നാണ് സഹദ് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത്. ഏതായാലും ഈ ഒരു സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് സഹദ് പറഞ്ഞത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുത്തി തരേണ്ട ഒരു കാര്യമാണ്. കായികമില്ലത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MSFകാർക്ക്, മുസ്ലിം ലീഗുകാർക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട MSFകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ ഈ പാർട്ടിയുടെ സ്ഥാനങ്ങളിലെത്തിയവരാണ്, അല്ലെങ്കിൽ എത്താൻ കൊതിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ഒരു യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. യൂണിറ്റി MSFന്റെ ഭാരവാഹിത്വത്തിൽ ഒന്നുമില്ലാതെ പാന്റും ടീഷർട്ടും ഇട്ട് നടന്ന് പിന്നീട് യൂണിറ്റ് ഭാരവാഹിയാകുമ്പോഴേക്ക് അടുത്ത പ്രഭാതത്തിൽ വെള്ളത്തുണിയും വെള്ള ഷർട്ടും ഇട്ട് എന്നാണ് മണ്ഡലം സെക്രട്ടറി ആവുക എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവരെ അല്ല ഈ പാർട്ടിക്ക് വേണ്ടത്. ലീഗുകാരേക്കാൾ നമുക്ക് ലീഗിനെയാണ് ആവശ്യം. മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഉപ്പി സാഹിബ്, പോക്കർ സാഹിബ്, ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബനാത്തുവാല, CH മുഹമ്മദ് കോയ സാഹിബ്, അവർ പകർന്നു തന്ന ആ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പേരാണ് മുസ്ലിം ലീഗ്. ഈ പാർട്ടി ഞാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും ലാഭനഷ്ടങ്ങളുടെ കണക്കനുസരിച്ചല്ല ഈ പാർട്ടിക്ക് സേവനം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോ ഒറ്റിക്കൊടുക്കാനുള്ള ഒരു സമ്പത്തുമല്ല പാർട്ടി. നിങ്ങൾക്ക് കാല് വാരാനുള്ളതല്ല പാർട്ടി. ഗ്രൂപ്പിസം കളിക്കാനുള്ളതല്ല പാർട്ടി. ഇത് അമാനത്താൻ. മഹത്തായ നേതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന അമാനത്താൻ. ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബിലൂടെ, സയ്യിദ് അഹമ്മദ് ഖാനിലൂടെ, CH മുഹമ്മദ് കോയ സാഹിബിലൂടെ, പാണക്കാട്ടെ സാദാത്യങ്ങളിലൂടെ നമുക്ക് കൈമാറി തന്ന അമാനത്തിനെ ഒറ്റിക്കൊടുത്താൽ, ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. അതിന് സെക്രട്ടറി ആവണമെന്നില്ല, പ്രസിഡന്റ് ആവണമെന്നില്ല. ലീഗ് എന്ന അമാനത്തിനെ നെഞ്ചേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ഉത്തരവാദിത്വ ബോധം മനസ്സിൽ കുറിക്കുക. അല്ല എങ്കിൽ ഈ അമാനത്തിനെ കുടിച്ചു മൂടിയാൽ നാളെ 6 അടി മണ്ണിൽ കിടക്കുമ്പോ ആ അമാനത്തിനെ ഒറ്റുകൊടുത്തതിന്, ആ അമാനത്ത് വെച്ച് ഗ്രൂപ്പിസം കളിച്ചതിന്, ആ പാർട്ടിക്ക് സേവനം ചെയ്യാത്തതിന് പടച്ച റബ്ബ് നിങ്ങൾ ചോദ്യം ചെയ്യുമെന്നുള്ള ഉത്തരവാദിത്വ ബോധം എന്റെ പ്രിയപ്പെട്ട MSFകാർക്ക് വേണം. ബാഫിക്ക് തങ്ങളുടെ വാക്യം നിങ്ങൾ മനസ്സിൽ കുറിക്കുക. നിങ്ങൾ ആദ്യം മുസ്ലിം ആവുക, എന്നിട്ട് മുസ്ലിം ലീഗുകാരാവുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലീഗുകാരെക്കാൾ ലീഗിനെയാണ് ഈ ഉമ്മത്തിന് ആവശ്യം. ലീഗ് എന്ന് പറയുന്നത് ഒരു മഹത്തായ ആദർശം. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം MSFകാർ ചരിത്രം പറയണം. MSFകാർ ചരിത്രം വായിക്കണം. നമ്മുടെ ആദർശത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് മുന്നിൽ ഞങ്ങളുടെ പൈതൃകം ഇതാണ് എന്ന് അഭിമാനത്തോട് കൂടി പറയാൻ MSFകാർ നിനക്ക് കഴിയണം. ആരാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ? ഒരുപക്ഷെ 948 ശേഷമുള്ള ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ MSFകാരൻ നിനക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ MSFകാരൻ പഠിക്കണം. നമ്മുടെ മൗലാന മുഹമ്മദ് അലിയുടെ ചരിത്രം വായിക്കുമ്പോ നമുക്ക് ആവേശഭരിതരാകണം നമ്മൾ. ആരാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ? വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോയ മഹാനായ ലീഗുകാരനായ നേതാവ്. എങ്ങനെയാണ് പോയത് എന്ന് നിങ്ങൾക്കറിയോ? പ്രമേഹ രോഗം ബാധിച്ച് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ
സ്ട്രക്ചറിലാക്കിയിട്ടാണ് കപ്പലിലേക്ക് എടുത്തു വെച്ചത്. ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ വ്യത്യസ്ത രാജ്യക്കാരുടെ പ്രതിനിധികളായിട്ട് ആ സഭ കൂടിയപ്പോ ജോർജ് അഞ്ചാമൻ രാജാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ജോർജ് അഞ്ചാമൻ രാജാവിനോട് ഓണറബിൾ ജോർജ് ഇത് വിളിച്ചിട്ട് പ്രസംഗം തുടങ്ങാൻ. മഹാനായ ജോർജ് രാജാവ് 5 മിനിറ്റ് സമയം അനുവദിച്ചു. ആ സമയത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ മറുപടി, ഞാൻ വരുന്നത് 32 കോടി ജനങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് നിന്നാണ്. 1 കോടിക്ക് 1 മിനിറ്റ് വെച്ച് മുഹമ്മദ് അലിക്ക് 32 മിനിറ്റ് അനുവദിക്കണം. രാജാവ് അനുവദിച്ചു. ഓണറബിൾ ജോർജ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, എനിക്ക് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ പ്രസംഗത്തിനിടക്ക് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം said that എന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകനെ ഉദ്ധരിച്ച് കോട്ട് ചെയ്തപ്പോ ജോർജ് അഞ്ചാമൻ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് സ്റ്റോപ്പ്, ഡോണ്ട് മെൻഷൻ ദർ, നിർത്ത് മുഹമ്മദ് അലി, നിന്റെ പ്രവാചകനെ ഇവിടെ എടുത്തുദ്ധരിക്കരുത് എന്ന് രോഷാകുലനായി പറഞ്ഞപ്പോ വാട്ട് ഈസ് യുവർ മാനിഫെസ്റ്റോ, നിന്റെ മാനിഫെസ്റ്റോ എന്താണ് എന്ന ചോദ്യത്തിന് ഷർവാനിയുടെ വലത് കീശയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിച്ച് ദിസ് ഈസ് മൈ മാനിഫെസ്റ്റോ, എന്റെ മാനിഫെസ്റ്റോ വിശുദ്ധ ഖുർആനാണ് എന്ന് അഭിമാന ബോധത്തോടെ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്നിട്ട് പറയാൻ, if you ask about my religion firstly secondly and finally I am a Muslim, I am a Muslim, I am a Muslim only. നീ എന്റെ മതത്തെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമതും രണ്ടാമതും അവസാനവുമായി മുഹമ്മദ് അലി ഒരു മുസ്ലിമാണ്. if you ask about my nation, നീ എന്റെ രാജ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമതും രണ്ടാമതും അവസാനവുമായിട്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് മറുപടി പറയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ പ്രസംഗം കഴിഞ്ഞപ്പോ ഉടഞ്ഞു വീണു എന്ന ചരിത്രം. പലസ്തീനിൽ പോയി നോക്കിയാൽ ഇന്ത്യക്കാരനായ ഹിന്ദുസ്ഥാനിയായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കബറിടം കാണാം. ആ മഹാനായ മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ നിന്ന്, ആ മഹാനായ മനുഷ്യന്റെ സേവനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ ആശയവും ആദർശവും പിറവിക്കൊണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബ്, ഞാനിവിടെ പാകിസ്ഥാൻ രാഷ്ട്രപിതാവിനെ കുറിച്ച് പരാമർശിക്കല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്റെ MSFകാരെ തീർത്തണം. MSFന്റെ ചരിത്രം പറയുമ്പോ നിങ്ങൾ ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബിനെ കുറിച്ചും ആ കഥയും നിങ്ങൾ പറയണം. നമ്മള് പാകിസ്ഥാന്റെ കഥ പറയല്ല, പക്ഷേ ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബിന്റെ ചരിത്രവും MSFന്റെ ചരിത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാക്കണം. അഭിമാന ബോധമുള്ള ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബിന് ഖായിദ് ആസം എന്ന പേരിട്ടത് ഗാന്ധിജിയാണ്, മഹാനായ നേതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ജിന്ന സാഹിബ് ഒരിക്കൽ ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ കടന്നു വന്നു. രാജപ്രതാപിയായ മൗണ്ട് ബാറ്റൻ. ആ മൗണ്ട് ബാറ്റൻ കടന്നു വന്നപ്പോ ജിന്ന സാഹിബ് എഴുന്നേറ്റ് നിന്നില്ല. ജിന്ന സാഹിബ് അവിടെ ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് മൗണ്ട് ബാറ്റൻ ചോദിച്ചത്രേ, മിസ്റ്റർ ജിന്ന, ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിങ്ങളുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ച ഈ രാജ്യത്തെ വൈസ്രോയിയാണ് ഞാൻ, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് അറിയിച്ച പ്രാധാന്യം തരുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ അമർന്നിരിക്കുന്നു എന്ന ചോദ്യത്തിന് നിങ്ങളൊരു പക്ഷേ ഈ രാജ്യത്തിന്റെ വൈസ്രോയി ആയിരിക്കാം, പക്ഷേ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഒരു സമുദായത്തിന്റെ നേതാവാണ് ഞാൻ. അതുകൊണ്ട് മിസ്റ്റർ മൗണ്ട് ബാറ്റൻ, എനിക്കിവിടെ ഇരിക്കാൻ അർഹതയുണ്ട് എന്ന് അഭിമാന ബോധത്തോടു കൂടി പറഞ്ഞ ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബിന്റെ ചരിത്രം. ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, എന്റെ പ്രിയപ്പെട്ട MSFകാര, ഒരുപക്ഷെ ഈ കൺവെൻഷനുകളും ഇത്തരം ഒത്തുകൂടലുകളും സമ്മേളനങ്ങളും ചരിത്ര പറച്ചിലുകളും ഒരു DJ സെറ്റപ്പിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാകില്ല. അതല്ലെങ്കിൽ ഒരു ഗാനമേള വെച്ചാൽ വരുന്ന ജനബാഹുല്യം ഈ ഒരു പരിപാടിക്ക് കാണില്ല. ഈ ഒരു പരിപാടി എന്നല്ല, MSFന്റെ ഒരു പൊതുവായ മുഖത്തെ നിങ്ങൾക്ക് മുന്നിലിടുന്നത് മാത്രം. ഒരുപക്ഷെ നമുക്ക് തമാശയായി തോന്നാം, ഒരുപക്ഷെ ലീഗിന്റെ പാരമ്പര്യവും പൈതൃകവും പറയുന്നതിനോട് നമുക്ക് അറപ്പ് തോന്നാം. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഖായിദ് മില്ലത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചാൽ ഒരു പക്ഷെ കരഞ്ഞുകൊണ്ടല്ലാതെ MSFകാരന് ഖായിദ് മില്ലത്തിനെ വായിക്കാൻ കഴിയില്ല. ഖായിദ് മില്ലത്ത് എന്ന മഹാനായ മനുഷ്യൻ പകർന്നു തന്ന ആശയത്തോട് നമുക്ക് എന്ന് വെറുപ്പ് തോന്നുന്നുവോ, എന്ന് മടി തോന്നുന്നുവോ, അന്ന് നമുക്ക് ഈ പാർട്ടി വിട്ടുപോകാം. ഖായിദ് മില്ലത്ത് എന്ന മഹാനായ മനുഷ്യൻ, ആറടി മണ്ണിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ആത്മാവിനോട് ഇത്രയെങ്കിലും നീതി പുലർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അത് പുലർത്തുക. ലീഗ് പുനർസംഘടിപ്പിച്ചപ്പോ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുണ്ട്, ഖായിദ് മില്ലത്തിനെ വിളിച്ചിട്ട്
നിങ്ങൾ ഈ പാർട്ടി പിരിച്ചുവിടണം. ആ സമയത്ത് കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, പിരിച്ചുവിടാമായിരുന്നു, ഇതെന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇസ്മായിലിന് ഇത് പിരിച്ചുവിടാൻ കഴിയാത്തത് ഇതെന്റെ സമുദായത്തിന്റെ സ്വത്താണ് എന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ജവാബ് പറഞ്ഞൊരു മനുഷ്യൻ. പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ എത്തുമ്പോഴേക്ക് ആഗ്രഹിച്ച പദവി കിട്ടാതെ വരുമ്പോഴേക്ക് പാർട്ടി വിട്ടു പോകുന്നവർക്ക് കായികമില്ലത്തിൽ മാതൃക. അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോ, വാർഡ് സീറ്റ് നഷ്ടപ്പെട്ടു പോകുമ്പോ, അല്ലെങ്കിൽ ചോദിച്ച ആനുകൂല്യം മെമ്പർ തരാതിരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലില്ല എന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത് പടിയിറങ്ങി പോകുന്നവർക്ക് ഒരു ഗൃഹപാഠമുണ്ട് കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബിൽ. എന്റെ വീട്ടിലേക്ക് ചെലവ് തരുന്നില്ല പാർട്ടി എന്ന പരാതി പറഞ്ഞ് ഈ പാർട്ടിയുടെ പതാക വലിച്ചെറിഞ്ഞ് ഈ പാർട്ടി ഒറ്റുകൊടുത്ത് വിട പറഞ്ഞു പോയാൽ കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. നിങ്ങൾ കായികമില്ലത്തിനെ പഠിക്കുക, വേറൊരു ചരിത്രം നിങ്ങൾ വായിക്കേണ്ടതില്ല. ഒരിക്കൽ കേരളത്തിൽ നിന്ന് ബാഫക്കി തങ്ങളും MK ഹാജിയും ബഹുമാനപ്പെട്ട കായികമില്ലത്തിനെ കാണാൻ പോയി. തമിഴ്നാട്ടുകാരനായ കായികമില്ലത്ത്, അല്ലെങ്കിൽ കേരളക്കാരനായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് മലയാളികൾ കായികമില്ലത്തിനെ നെഞ്ചേറ്റിയത് എന്ന് ചോദിച്ചാൽ ഈ മഹത്തായ ആദർശം നമുക്ക് കൈമാറി എന്നതുകൊണ്ടാണ്. ബാഫക്കി തങ്ങളും MK ഹാജിയും ലീഗിന്റെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ അവിടെ ഇരിക്കാനുണ്ടായിരുന്നത് കുറച്ച് ദ്രവിച്ച കസേരകളാണ്. ആരാണ് ഇസ്മായിൽ സാഹിബ്? ദേശീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ. നമ്മളെപ്പോലെ യൂണിറ്റ് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല. ഇനി നമ്മളെയും ഇസ്മായിൽ സാഹിബിനും താരതമ്യം ചെയ്തു, അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത നമ്മളെയും ഇസ്മായിൽ സാഹിബിനെ താരതമ്യം ചെയ്തു നോക്കും. നമ്മളൊക്കെ ഈ കൊടി പിടിക്കുന്ന ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ദ്രവിച്ച കസേരകളാണ്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് കുറച്ച് കസേരകൾ കൊണ്ടുവരായി അവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. ഒരു ടേബിൾ ഫാൻ ഇല്ലായിരുന്നു കായികമില്ലത്തിന്റെ വീട്ടിൽ. അത് കൊണ്ടുവന്നപ്പോ ഇസ്മായിൽ സാഹിബ് ക്ഷുഭിതനായി ചൂടായി ബാഫക്കി തങ്ങളോട് ചൂടായിട്ട് പറഞ്ഞു, എന്തിനാ തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്കിത് ആവശ്യമില്ല. ടേബിൾ ഫാൻ മടക്കി കൊടുത്തു. ബാഫക്കി തങ്ങൾ നിർബന്ധിച്ചപ്പോ കസേര അവിടെ ഇട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മളൊക്കെ പിടിക്കുന്ന ഈ കൊടി നമുക്ക് കൈമാറുന്ന ഒരു മനുഷ്യനുണ്ട്. എപ്പോഴെങ്കിലും ഈ പാർട്ടിയോട് വെറുപ്പ് തോന്നുമ്പോ 6 അടി മണ്ണിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ റൂഹിനോട് നമ്മൾ ചെയ്യുന്ന ചതിയാണ് എന്ന ബോധ്യം നമുക്ക് വേണം. ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുമ്പോ ആ മനുഷ്യന്റെ ശാപം കിട്ടുമെന്ന ബോധ്യം നമുക്ക് വേണം. നമ്മളൊക്കെ പിടിക്കുന്ന ഈ ആശയത്തിന്റെ ആദർശത്തിന്റെ ഇന്ത്യ രാജ്യത്തെ പ്രസിഡന്റായിരുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ലായിരുന്നു എന്ന് പറയുമ്പോ ആ മനുഷ്യനെ സ്നേഹിച്ചത് സമ്പത്തിനെ ആയിരുന്നില്ല, ഈ ആശയത്തെ. അതുകൊണ്ടാണ് ആരൊക്കെ പാർട്ടി വിട്ടുപോയാലും എന്റെ വീടിന്റെ മുന്നിൽ ലീഗിന്റെ പതാക പാറിക്കളിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്ത് കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അന്ന് പലരും പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു, ഞാൻ പാർട്ടി വിട്ടു പോവാണ്, ഇല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ച് ജയിലടിച്ചിരുന്ന കാലം. പലരും ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് വന്നു, ആ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് ഞങ്ങൾ ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല. ആ സമയത്ത് കായികമില്ലത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ എല്ലാവരും ഈ പാർട്ടി വിട്ടു പോയാലും ഇസ്മായിൽ സാഹിബിന്റെ വീടിന്റെ മുന്നിൽ, ഇസ്മായിലിന്റെ വീടിന്റെ മുന്നിൽ ഈ പച്ചപ്പതാക പാറിക്കളിക്കും എന്ന മഹത്തായ ഒരു പ്രതിജ്ഞ. ആ ഒറ്റയാന്റെ പ്രതിജ്ഞക്ക് മുന്നിലാണ് MSFകാരാ നിനക്കിങ്ങനെ കൂടിയിരിക്കാൻ കഴിയുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം കണ്ട മഹാനായ ഒരു നേതാവ് കരുണാനിധി, DMKയുടെ മുഖ്യമന്ത്രിയായിട്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കരുണാനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാൻ. ആ സമയത്ത് അദ്ദേഹത്തിനൊരു ആഗ്രഹം, ഇസ്മായിൽ സാഹിബിനെ കണ്ടിട്ട് പോവാൻ. അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന രാജാറാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൂടി. ആ രാജാറാം ഇസ്മായിൽ സാഹിബിന്റെ അടുത്തേക്ക് കടന്നു വന്നു. ഇസ്മായിൽ സാഹിബ് ഇങ്ങനെ വളരെ ക്ഷുഭിതനായിട്ട് രാജാറാമിനോട് കയർത്ത് സംസാരിച്ചു. ആ കയർത്തുള്ള സംസാരം കേട്ടിട്ട് കരുണാനിധി അകത്തേക്ക് വന്നിട്ട് രാജാറാമിനോട് ചോദിച്ചത്രേ, രാജാറാം എന്താണ് പ്രശ്നം? ആ സമയത്ത് രാജാറാം പറഞ്ഞ മറുപടിയാണ്,
തലൈവരെ, അങ്ങനായിരുന്നല്ലേ കരുണാനിധിയെ വിളിച്ചത്, തലൈവരെ അങ്ങേക്ക് ഇവിടെ ഇരിക്കാൻ കസേരയില്ല എന്നാണ് ഇസ്മായിൽ സാഹിബിന്റെ പരാതി. ആ സമയത്ത് കരുണാനിധി, കലൈஞർ കരുണാനിധി തലൈവർ ഇസ്മായിൽ സാഹിബിന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇസ്മായിൽ, ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ വീട്ടിലെ സ്വീകരണത്തിന് വേണ്ടിയിട്ടല്ല. ഈ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഈ കരുണാനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാൻ ആ പോകുന്ന വഴിക്ക് ഇവിടെ കയറിയത് ഇസ്മായിൽ ബായിയെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങാനാണ്. എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് ഇസ്മായിൽ സാഹിബിന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് കരുണാനിധി തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ പോയത് എന്ന് പറയുമ്പോ അധികാര സ്ഥാനങ്ങളിൽ ഓച്ചാനിച്ചു നിൽക്കാൻ ലീഗിന്റെ നേതാക്കന്മാർ പോയിട്ടില്ല എന്ന ചരിത്ര സത്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരാളെ കാണാൻ കഴിയുമെങ്കിൽ അത് ലീഗിന്റെ രാഷ്ട്രീയമല്ല. അധികാര സ്ഥാനങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നവരല്ല ലീഗുകാരൻ. അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നവർ അനുഗ്രഹം തേടി വരുന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന ബോധ്യം നമുക്ക് വേണം. നമ്മൾ അധികാരം തേടി പോകേണ്ടവരല്ല, നമ്മൾ സ്ഥാനങ്ങൾ തേടി പോകേണ്ടവരല്ല, സ്ഥാനം കിട്ടുമെന്ന് ഉറപ്പുള്ള മീറ്റിങ്ങുകളിലേക്ക് നേരത്തെ എത്തേണ്ടവരല്ല, സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ മീറ്റിംഗ് ബഹിഷ്കരിക്കേണ്ടവരല്ല. ഈ ആശയം, ഈ ആദർശം കായികമേലത്ത് ഇസ്മായിൽ സാഹിബിനെ കരുണാനിധി എങ്ങനെ സ്വീകരിച്ചോ, കായികമേലത്ത് ഇസ്മായിൽ സാഹിബിനെ കരുണാനിധി എങ്ങനെ ചേർത്ത് പിടിച്ചോ, അതുപോലെ ചേർത്ത് പിടിക്കാൻ എന്നെ MSFകാര, നിന്നെ ചേർത്ത് പിടിക്കാൻ കൂടെ ആളുകളുണ്ടോ? നീ MSFകാരനാണ്. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് ഈ ഒരു സംഭവം ഞാൻ പറയുന്നത്, ലീഗ് എന്നത് ഒരിക്കലും ഒരു ഭാരമാകരുത്. ലീഗിന്റെ യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോഴേക്ക്, MSFന്റെ യൂണിറ്റ് ഭാരവാഹി ആകുമ്പോഴേക്ക് വീട്ടിലില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം കൂടുതൽ, കുറച്ച് പ്രൗഢഭാവത്തോട് കൂടിയിട്ട് പിന്നെ പിടിച്ചാ കിട്ടാത്തൊരു ഭാവം കോലവുമായിട്ട് നടക്കേണ്ടവരല്ല MSFകാരൻ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നമ്മൾ എന്ന് പറയുന്ന MSF എന്ന് പറയുന്ന ഈ ഒരു കൂട്ടത്തോട് ഞാൻ സ്വയം വിമർശനം ഉന്നയിക്കുന്നു എന്ന് മാത്രം. 1948 ബഹുമാനപ്പെട്ട കായികമേലത്ത് ഇസ്മായിൽ സാഹിബിന്റെ ഉപ്പയുടെ ഉമ്മ, വല്യമ്മ, ആ ഉപ്പയുടെ ഉമ്മ കായികമേലത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമുക്കൊക്കെ മാതൃകയുണ്ട് കായികമേലത്ത്. വല്യമ്മ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോ കാലിന് വേദന എന്ന് പറഞ്ഞു. പേരക്കുട്ടിയാണ് ഇസ്മായിൽ സാഹിബ്. ആ സമയത്ത് ബെഡിൽ കിടക്കുന്ന വല്യമ്മയുടെ കാലിങ്ങനെ തടവി കൊടുത്തു ഇസ്മായിൽ സാഹിബ്. ആ തടവി കൊടുക്കുന്നതിനിടെ വല്യമ്മ ഉറങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞു, വല്യമ്മ ഉറക്കില്ലെന്ന് എഴുന്നേറ്റില്ല. കായികമേലത്ത് ഇസ്മായിൽ സാഹിബ് അപ്പോഴും കാലിങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കുകയാണ്. വീട്ടുകാരെല്ലാം ഭക്ഷണത്തിന് വിളിച്ചു. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഇപ്പൊ വരാം. വല്യമാനെ ഉണർത്തിയില്ല. ആ കാല് തടവുന്നത് നിർത്തിയാൽ വല്യമ്മ ഉണരുമോ എന്ന ഭയം. പേരക്കുട്ടി കാരണം വല്യമാന്റെ ഉറക്കിന് തടസ്സം വരരുത് എന്ന ബോധ്യം. കാലിങ്ങനെ തടവി കൊടുത്തു. അവസാനം പാതിരാ നേരം കഴിഞ്ഞപ്പോ വല്യമ്മ ഉണർന്നു. എന്നിട്ട് പേരക്കുട്ടിയോട് ചോദിക്കാൻ, ഇസ്മായിൽ ഇപ്പൊ എന്റെ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ കാല് തടവുന്നത് നിർത്തിയാൽ വല്യമ്മ ഉണരുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ വല്യമ്മയുടെ ദുആഇന്റെ ഫലമായിരുന്നു കായികമേലത്ത് ഇസ്മായിൽ സാഹിബ് എന്ന നേതാവ്. മറ്റൊന്നും കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല, അത്യാഗ്രഹം കൊണ്ടല്ല ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തത്. ഇസ്മായിൽ സാഹിബ് വഫാത്താകുന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് കൂടി അഹങ്കാരങ്ങൾക്ക് ആ നേതാവ് നിന്നില്ല. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ അനുഭവക്കുറിപ്പ് പറയുന്നുണ്ട്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന മുറിയിൽ അവസാന നേരം ഇസ്മായിൽ സാഹിബ് ഖസീദത്തുൽ ബുർദ ആലപിക്കാൻ പറഞ്ഞു. പ്രവാചകന്റെ മദ്ഹുകൾ കേട്ടിട്ട് അങ്ങനെയാണ് ഇസ്മായിൽ സാഹിബ് ഇവിടെ പറഞ്ഞു പോയത്. അവസാനമായി ഒരു നോക്ക് കാണാൻ കരുണാനിധി ഹോസ്പിറ്റലിലെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുവരെ കണ്ണടിച്ച് കിടക്കായിരുന്നു, ബോധമില്ലാതെ ഇസ്മായിൽ സാഹിബ്. കരുണാനിധി വന്നപ്പോ ഒരാൾ പറഞ്ഞു, തലൈവര് വന്നിട്ടുണ്ട്. ഇസ്മായിൽ സാഹിബ് കണ്ണുറന്നു, കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. കരുണാനിധി, കലൈஞർ കരുണാനിധി ആ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ കരുണാനിധി
എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോ അതുവരെ ബോധമറ്റ് കടന്നിരുന്ന ഇസ്മായിൽ സാഹിബ് കരുണാനിധിയുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ, ഇതുവരെ അങ്ങ് എന്റെ സമുദായത്തിന് ചെയ്തു തന്ന സേവനങ്ങൾക്കെല്ലാം നന്ദി. പിന്നെ കണ്ണടച്ചു. ഇസ്മായിൽ സാഹിബ് പിന്നെ കണ്ണു തുറന്നിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മരണവപ്രാളത്തിൽ കിടക്കുമ്പോഴും സമുദായത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്നാണ് ഇസ്മായിൽ സാഹിബ് ഓർത്തത്. നമ്മളൊക്കെ പ്രവാചകന്റെ വഫാത്തിന്റെ രംഗം പഠിച്ചവരാണ്. മരണപ്പെട്ടു പോകുന്ന സമയത്തും ഉമ്മത്തിയ ഉമ്മത്തിയ ഉമ്മത്തി എന്ന് പറഞ്ഞ് വഫാത്തായി പോയ പ്രവാചകന്റെ ചരിത്രം. ഇസ്മായിൽ സാഹിബിന്റെ കഥയും അങ്ങനെയാണ്. വിട പറഞ്ഞു പോകുമ്പോഴും ഈ സമുദായത്തെ ഓർത്തിട്ട് വിട പറഞ്ഞു പോയ കൈതമിലെത്തി ഇസ്മായിൽ സാഹിബ്. പോക്കർ സാഹിബിന്റെ ചരിത്രം. പാർലമെന്റിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്ക് പോറലേൽപ്പിക്കാവുന്ന ഒരു ബില്ല് പാസ്സാക്കാൻ നിൽക്കുന്ന സമയത്ത് മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള തൊപ്പിവെച്ച മൗലാനമാർ ഇരിക്കുന്ന പാർലമെന്റിന്റെ അകത്തളത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കാൻ നിൽക്കുമ്പോ എല്ലാവരും ആ നിയമം പാസ്സാക്കിക്കോളൂ, ബില്ല് പാസ്സാക്കിക്കോളൂ എന്ന് പറഞ്ഞ് മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള നേതാക്കന്മാർ ആ ബില്ലിന് യെസ് എന്ന് പറഞ്ഞ് കൈയടിച്ചപ്പോ പാർലമെന്റിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ട്, മലയാളി, നോ ഐ ഡിസഗ്രി, എനിക്ക് സമ്മതമില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, ഈ ബില്ല് പാസ്സാക്കാൻ പോക്കറിന് സമ്മതമില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ അടുത്തോടെ പോക്കർ സാഹിബ് എഴുതിച്ചു. ആ നിയമം പാസ്സാക്കിയില്ല എന്ന ചരിത്രം. അവസാനം പാർലമെന്റിന്റെ പുറത്തേക്ക് വന്ന അന്നത്തെ നിയമകാര്യ വകുപ്പിലെ സഹമന്ത്രി പദസ്കർ പോക്കർ സാഹിബിനെ കുറിച്ച് പറഞ്ഞത്, പോക്കർ സാഹിബ്, അങ്ങയുടെ നോ എന്ന വാക്കിൽ രാജ്യത്തെ മുസ്ലിങ്ങളുടെ നോ എന്നൊരു വാക്കിനെ ഞങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് പാർലമെന്റിലെ എല്ലാവരും യെസ് എന്ന് പറഞ്ഞപ്പോഴും അങ്ങയുടെ നോ ഞങ്ങൾ വിലക്കെടുത്തത് എന്ന് പറയുന്ന പദസ്കറിന്റെ വാക്യം. പോക്കർ സാഹിബിലൂടെ നമുക്ക് മാതൃകയുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബ് MSFകാർക്ക് മറക്കാൻ പറ്റാത്ത നേതാവാണ്. പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന വലിയ മുദ്രാവാക്യം നമുക്ക് കൈമാറി തന്ന നേതാവ്. അത്തോളിയിലെ മുത്ത് CH. ആഡംബരങ്ങളില്ലായിരുന്നു, ഔദാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പൂക്കോട്ടൂരിലെ ബീഡി തെറിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കൽ പൂക്കോട്ടൂരിലെ നാട്ടുകാരോട് പറഞ്ഞത്രേ, എനിക്ക് CHന് വലിയ ബന്ധമാണ്, CHന്റെ കാറ് കടന്നു പോയാൽ ഞാൻ കൈ കാണിച്ചാൽ ആ കാറ് നിർത്തും എന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞതാണ്. അപ്പൊ നാട്ടുകാരൊക്കെ എനിക്കൊരു വാർത്ത കിട്ടി, CH പൂക്കോട്ടൂരിലൂടെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് CHന്റെ വണ്ടിക്ക് നിങ്ങൾ കൈ കാണിച്ചാൽ കാറ് നിർത്തും, CH ഇന്ന് ഇതിലൂടെ പോകും, നിങ്ങൾ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തണം. അതൊക്കെ ബേജാറായി. CHന്റെ വണ്ടി വരാനായപ്പോ, കാറ് വരാനായപ്പോ ആ മനുഷ്യന് റോഡിന്റെ അടുത്തേക്ക് ഇറങ്ങി. CHന്റെ കാർ എങ്ങനെ വന്നു? സാധാരണക്കാരനായ മനുഷ്യൻ കൈ കാണിച്ചു, വണ്ടി നിർത്താതെ മുന്നോട്ട് പോയി. നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ ആ കാറ് പിന്നോട്ടെടുത്തു, പതിയെ പതിയെ പിന്നോട്ടെടുത്തു. ആ കാറിൽ നിന്ന് കുറിയൊരു മനുഷ്യൻ പുറത്തേക്ക് തലയിട്ടു. എന്തേന്ന് ചോദിച്ചു. അപ്പൊ ആ സാധാരണക്കാരായ മനുഷ്യൻ കയ്യിൽ പച്ച കൊടി ഉണ്ടായിരുന്നു. CH അല്ലേ? മറുപടി അതെ. നാട്ടുകാരൊക്കെ പറഞ്ഞു, ഞാൻ കൈ കാണിച്ചാൽ CH നിർത്തൂലെന്ന്. CH നിർത്തിയല്ലോ, അത് മതി എന്ന് പറഞ്ഞപ്പോ CH സലാം പറഞ്ഞു പോയി. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് നീക്ക്. ആലപ്പുഴയിൽ നിന്ന് മഹല്ല് കമ്മിറ്റിയുടെ ചെലവിൽ CHനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് കുറച്ച് ആളുകൾ പോയി. സ്കൂള് കിട്ടണം എന്ന അപേക്ഷ കൊണ്ടിട്ടാ പോയത്. CH അപേക്ഷ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. അവർ സ്ഥലം പറഞ്ഞു. എന്തിനാ വന്നത്? സ്കൂളിനെ അപേക്ഷിക്കാനാണ്. CH അതിന് പറഞ്ഞ മറുപടി, സ്കൂള് കിട്ടാൻ മഹല്ല് ജമാഅത്തിന്റെ ചെലവിൽ നിങ്ങൾ എന്തിനാണ് CHനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്? സ്കൂളിന്റെ ആവശ്യമില്ലേ? CH നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന് മറുപടി പറയുന്ന CH മുഹമ്മദ് കോയ സാഹിബ്. അതാണ് ലീഗ്. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കണം.
CH ഒരിക്കൽ പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റുകാർ CH മൂക്കിന് കയറിടും എന്ന് പ്രസംഗിച്ചു. CH അന്ന് CPM-കാർ വലിയ പ്രതിഷേധങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. CH മൂക്കിന് കയറിടും എന്നെല്ലാവരും ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം പാലക്കാട്ടാണ് ആ പ്രതിഷേധം കത്തി നിൽക്കുന്നത്. CH പാലക്കാട്ടേക്ക് എത്തി, റെസ്റ്റ് ഹൗസിൽ പോയി. മാധ്യമപ്രവർത്തകർ വന്നിട്ട് CH മുഹമ്മദ് കോയ സാഹിബിനോട് ചോദിച്ചത്ര, CH അങ്ങയുടെ മൂക്കിന് കയറിടുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞത്, അതും ഈ പാലക്കാട്ടിൽ, പിന്നെ എന്തിനാണ് അങ്ങ് വണ്ടി വിളിച്ച് പാലക്കാട്ടേക്ക് തന്നെ വന്നത് എന്ന ചോദ്യത്തിന് CH പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്റെ മൂക്കിന് കയറിടുമെന്നാണ് CPM-കാര് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ആ കയറിടുന്നവർക്ക് മൂക്കിന്റെ അളവ് കൊടുക്കാനാണ് പാലക്കാട്ടേക്ക് വണ്ടി വിളിച്ചു വന്നത് എന്ന് പറയുന്ന CH മുഹമ്മദ് കോയ സാഹിബ്. MSF-കാര ഇതാണ് ലീഗ്. ശത്രുക്കളെ ശത്രുക്കളാക്കുന്നതിനപ്പുറം ശത്രുക്കൾ പോലും മിത്രങ്ങളാക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മഹാനായ ഖൈദുൽ ഖൗം ബാഫക്കി തങ്ങൾ ഒരു പരിപാടി നടക്കുമ്പോ, നാളെ പത്രത്തിൽ അതിന്റെ ന്യൂസ് കട്ട് വരുമ്പോ, ഒരുപക്ഷെ ഈ സ്റ്റേജിലിരിക്കുന്ന അറ്റത്തിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ ചിലപ്പോ പത്രത്തിന്റെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പരാതിയായിട്ട് വരും. കാരണം 4 ആളുകളും ഒരുപോലെ ഇരുന്ന വേദിയാണ്. പിന്നെ എന്നെ ഒറ്റയ്ക്ക് എന്തിനാണ് വെട്ടിയത്? അത് പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി നിർത്തും. ഞാൻ ഇവിടുത്തെ അവസ്ഥ അല്ല പറയുന്നത്, സ്വയം വിമർശനം. നിങ്ങളെല്ലാം അങ്ങനെ കൂട്ടിയാൽ മതി. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് പാർട്ടി എന്ന് ചിന്തിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട ഖൈദുൽ ഖൗം ബാഫക്കി തങ്ങളിൽ പാഠമാണ്. ഒരിക്കൽ ചന്ദ്രികയുടെ ഓഫീസിൽ ഇരിക്കുമ്പോ ബാഫക്കി തങ്ങൾ പത്രം കൊണ്ടുവരാണ്. ചന്ദ്രിക തങ്ങളാണ് അതിന്റെ എല്ലാം. ആ പത്രം ഇങ്ങനെ എടുത്തിട്ട് തങ്ങൾ നോക്കണം. തങ്ങളിങ്ങനെ എടുത്തിട്ട് വിളിച്ച് തന്റെ അടുത്തുള്ള ആളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അയാളിങ്ങനെ കുറച്ച് പേടിച്ചിട്ട് തങ്ങളോട് പറഞ്ഞത്രേ, തങ്ങളെ നിങ്ങളെ എല്ലാ വാർത്തയും കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തേ തങ്ങളെ കുഴപ്പം എന്ന് ചോദിച്ചു. അതിന് ബാഫക്കി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അബ്ദുറഹ്മാൻ ബാഫക്കിയുടെ വാർത്തയും ഫോട്ടോയും കൊടുക്കാനുള്ളതല്ല ചന്ദ്രിക. ഇതിൽ കാണുന്ന ചിത്രത്തിൽ മുഴുവൻ അബ്ദുറഹ്മാൻ ബാഫക്കിയാണ്, എന്റെ ഫോട്ടോയാണ്. എന്റെ ഫോട്ടോ വെക്കാൻ മാത്രമുള്ളതല്ല ചന്ദ്രിക, ഇത് സമുദായത്തിന്റെ സ്വത്താണ്. എന്റെ ഫോട്ടോ വെച്ച് പ്രകടിപ്പിക്കാനുള്ളതല്ല ചന്ദ്രിക. അങ്ങനെ ചെയ്താൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി പടച്ചുറപ്പിന്റെ ചോദ്യങ്ങളെ നേരിടേണ്ടി വരുമെന്ന ജവാബ് കൊടുക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. നമുക്കതിൽ മാതൃകയുണ്ട്. ബഹുമാനപ്പെട്ട CD സാഹിബ്, ബഹുമാനപ്പെട്ട MK ഹാജി, എന്റെ പ്രിയമുള്ളവരെ, KM മൗലവി. ഒരുപക്ഷെ ഞാനിത് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പറയാൻ വേണ്ടി നീട്ടിവെച്ചതാണ്. നമ്മൾക്കിടയിൽ സുന്നികൾ ഉണ്ടാകും, നമുക്കിടയിൽ AP വിഭാഗക്കാരുണ്ടാകും, സമസ്തക്കാരുണ്ടാകും, ജമാഅത്തുകാരുണ്ടാകും. ഒരുപക്ഷെ ഇവിടെ തന്നെ പലരും ഉണ്ടാകും. പക്ഷെ ലീഗ് എന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. KM മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വെള്ളവും വളവും ഒളിച്ചു കൊടുത്ത് നട്ടു നനച്ച് വളർത്തിയെടുത്തൊരു മനുഷ്യൻ. നമ്മൾ പറയുന്നത്, സുന്നികൾ പറയുന്നത് പലതും ശിർക്കാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും MK ഹാജിയും തീർത്തൊരു സൗഹൃദം ഉണ്ട്. നിങ്ങളിപ്പോഴും തിരുവങ്ങാടി എത്തിങ്കാന, തിരുവങ്ങാടി ഇവിടെ അടുത്ത് തന്നെയാണ്, തിരുവങ്ങാടി എത്തിങ്കാനയുടെ പള്ളിയുടെ അടുത്ത് പോയി നോക്കിയാൽ അവിടെ ഒരു ഫലകം കാണാം. ആ പള്ളിക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ബൈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് കൊത്തിവെച്ചത് കാണാൻ. ആ ശിലാഫലകത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ അതിൽ പിന്നെ ഒരു ചരിത്രം കാണാം. തിരുവങ്ങാടി എത്തിങ്കാനക്ക് ബീജാവാപം നൽകിയത് MK ഹാജിയാണ്, മുജാഹിദുകാരനാണ്, സലഫിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു KM മൗലവി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവ്. എത്തിങ്കാനയിൽ ഒരു പള്ളി വേണമെന്ന ആവശ്യം ഉയർന്നപ്പോ, ആഗ്രഹം ഉണ്ടായപ്പോ
അതിന് തറക്കല്ലിടാൻ ആരെ വിളിക്കും എന്ന ചിന്തക്ക് ഉത്തരം മറ്റാരുമില്ലായിരുന്നു, സുന്നിയായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളായ, പരസ്യമായി സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഹദ്ദാദ് ശിർക്കാണ്, കുനൂത്ത് ശിർക്കാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച KM മൗലവി, ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത MK ഹാജി, അവർ രണ്ടുപേരും ക്ഷണിക്കാൻ സുന്നി പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവ് പള്ളിക്ക് തറക്കല്ലിടാൻ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ചെന്നു, തറക്കല്ലിട്ടു. ആ പള്ളിയിൽ പിന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ചെല്ലുമ്പോ തങ്ങളെ ഇമാമത്തായി KM മൗലവിയും MK ഹാജിയും നിസ്കരിച്ചിരുന്നു എന്ന ചരിത്രം. കോഴിക്കോട്ട് നിന്ന് ലീഗിന്റെ യോഗം കഴിഞ്ഞു വരുമ്പോ തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ തിരുവനങ്ങാടിയിലെ മുജാഹിദ് സെന്ററിൽ ഇറക്കി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ പോയത് പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്കായിരുന്നു എന്ന ചരിത്രം. അതുകൊണ്ട് ലീഗ് എന്ന് പറയുന്ന ഈ പാരമ്പര്യം, ഈ ആദർശം, ഈ ആശയം, ഇത് മഹത്തായ നേതാക്കന്മാർ ഐക്യബോധത്തിന്റെ മേൽ നമുക്ക് അസ്ഥിവാരമിട്ട് തന്ന ഒരു പ്രസ്ഥാനം. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം. നേരത്തെ ഇവിടെ ആശംസാ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ വെട്ടുകത്തി രാഷ്ട്രീയത്തിൽ MSFകാർ ഇതുവരെ പങ്കാളികളായിട്ടില്ല. ഒരു മനുഷ്യനെയും രക്തം നമ്മൾ ഊറ്റി കുടിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെയും മാംസം നമ്മൾ വെട്ടി നുറുക്കി എടുത്തിട്ടില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞ ആശയം പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രിയപ്പെട്ട നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലീഗ് രണ്ടായി പിളർന്നപ്പോ അഖിലേന്ത്യാ ലീഗും ഔദ്യോഗിക ലീഗും അങ്ങനെ രണ്ടായി പിളർന്ന സമയത്ത് ഒരിക്കൽ സീതി ഹാജി ഒരു അദ്ദേഹത്തിന്റെ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ, അന്ന് ഔദ്യോഗിക ലീഗിലാണ് സീതി ഹാജിക്കെതിരെ വേദികൾ കെട്ടിയിട്ട് ഘോര പ്രസംഗിച്ചിരുന്ന അഖിലേന്ത്യാ ലീഗിലെ ഒരു ചെറുപ്പക്കാരനായ പ്രസംഗം. അയാൾ ഒരിക്കൽ പ്രസംഗം കഴിഞ്ഞ് ആ പ്രസംഗത്തിലും അയാൾ സീതി ഹാജിക്കെതിരെ പ്രസംഗിച്ചത്. പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വണ്ടിയില്ല. റോഡിലേക്ക് ഇറങ്ങി നിന്നപ്പോ ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ കൈയടിച്ചു, കാറ് നിർത്തി. ആ കാറിലേക്ക് കയറിയപ്പോഴാണ് അറിയുന്നത് വേദികൾ കെട്ടി ഘോരം താൻ ആരെയാണോ എതിർക്കുന്നത് ആ സീതി ഹാജിന്റെ കാറിലാണ് ഞാനിപ്പോ കയറിയത്. ഇതാണ് പേടിച്ചു നിറച്ചു. കാരണം പത്തായക്കോടൻ സീതി എന്ന് പറയുന്നത് ഏറെ നാട്ടുകാർക്ക് ഗാംഭീര്യമുള്ള മുഖാണ്. പറയുന്നത് ചെയ്യുന്ന പത്തായക്കോടൻ സീതി ഹാജി ഡ്രൈവറോട് ചോദിച്ചത്രേ, ആരാണിപ്പോ ബേക്കിലുള്ളത്, അവന്റെ പേരെന്താ ചോദിച്ചു. ഇയാളിങ്ങനെ മിണ്ടാതെന്നാ. അല്ല, പേര് പറഞ്ഞാൽ സീതി ഹാജിക്ക് മനസ്സിലാവും. മനസ്സിലായ മിക്കവാറും സീതി ഹാജി പ്രതികാര നടപടികൾ എടുക്കും. കാരണം എല്ലാ രാത്രികളിലും സീതി ഹാജിക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വണ്ടി കിട്ടാതെ കൈയടിച്ചപ്പോ കയറിയത് അതേ സീതി ഹാജിയുടെ കാറിലാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോ സീതി ഹാജി മുണ്ടും ചോദിച്ചു എന്നാണ്, എന്റെ പേരെന്താ? ആ ചെറുപ്പക്കാരൻ പേര് പറഞ്ഞു. അപ്പൊ സീതി ഹാജി പറഞ്ഞത്രേ, എടാ ഹംക്കെ, എല്ലാ രാത്രിയും എനിക്കെതിരെ പ്രസംഗിച്ചിട്ട് പിന്നെ എന്റെ കാറിൽ വന്ന് തന്നെ കയറാൻ എങ്ങനെ എനിക്ക് ധൈര്യം വന്നത് എന്ന് ചോദിച്ചിട്ട് അടുത്ത് കാണുന്ന ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കാറ് നിർത്തിയിട്ട് ഡ്രൈവറോട് അവനെ വേണ്ട ബസ്സിൽ കയറ്റി വിട്ടു കൊടുക്കണം എന്ന് ഗുണദോഷിച്ച് പിറ്റേന്ന് ആ ചെറുപ്പക്കാരൻ ഔദ്യോഗിക ലീഗിലേക്ക് കടന്നു വന്നു എന്ന ചരിത്രം. എന്റെ പ്രിയമുള്ളവരെ, ശത്രുക്കൾ ഉണ്ടാകും, നമുക്ക് എതിരാളികൾ ഉണ്ടാകും. പക്ഷെ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതി നമ്മുടെ നേതാക്കന്മാർ നമുക്കിപ്പോ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പാവങ്ങൾക്കൊപ്പം നിൽക്കണം. നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. വർഷാവർഷം വരുന്ന റിലീഫ് പ്രവർത്തനം മാത്രമല്ല ലീഗ്, പക്ഷെ ഓരോ റിലീഫിലും ലീഗുണ്ട്, ഓരോ കാരുണ്യ പ്രവർത്തനത്തിലും ലീഗുണ്ട്. ആ നേതാക്കന്മാരുടെ ലിസ്റ്റിൽ നിങ്ങൾ ആദ്യം കാണുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ്, നമുക്ക് മുന്നിലൂടെ ജീവിച്ചു പോയ മഹാനായ മനുഷ്യൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും വേദനയോടെ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് പലരും കുറ്റം പറഞ്ഞു, ആക്ഷേപിച്ചിരുന്നു, ഒന്നും തിരിയാത്ത മനുഷ്യനെന്ന് പലരും പറഞ്ഞു. 2002 ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് ആരോരും കൂട്ടിനില്ലാതെ കരഞ്ഞ ഒരു ജനത ഉണ്ടായിരുന്നു ഗുജറാത്തിൽ. നേരത്തെ ഡൽഹിയിൽ ഇത് പറഞ്ഞ പോലെ മയ്യത്തുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കടന്നു. മയ്യത്ത് കബറടക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഡൽഹിയിൽ നിന്ന് ഒരു ചാർട്ടേഡ് വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പോകുന്നത്. ആ വിമാനം പുറപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പാണ്
ഗുജറാത്ത് സർക്കാരിന്റെ അറിയിപ്പ് വന്നത്, നിങ്ങൾക്ക് വരാം, പക്ഷേ നിങ്ങൾക്ക് വേണ്ട സെക്യൂരിറ്റി തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പലരും ആ യാത്ര ഉപേക്ഷിച്ചു. അവസാനം ഒരൊറ്റ മനുഷ്യൻ ഏകാഗിയായിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാനം അധികാര സ്ഥാനങ്ങളിൽ മുട്ടിപിടിച്ചപ്പോ ചോദ്യം, നിങ്ങൾ ആരാണെന്ന്. മനുഷ്യന്റെ മറുപടി, ഈ അഹമ്മദ്, മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, എന്റെ പേര് അഹമ്മദ് എന്നാണ്, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് അംഗമാണ്, മലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ, ഒരു ബോഡി ഗാർഡും ഇല്ലാതെ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു പോയി കരയുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ച മഹാനായ മനുഷ്യൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഡ്രൈവറോട് എന്നും സ്ഥിരമായിട്ട് പറയുമായിരുന്നത്രേ, വീട് വിട്ടിറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ്, നസ്റും മിനല്ലാഹി വഫതഹും ഖരീബ്, നമ്മളെ സഹായിക്കാൻ പടച്ച റബ്ബുണ്ടാകും കൂടെ എന്ന ദിക്ർ ചൊല്ലാൻ തന്റെ പ്രിയപ്പെട്ട മിത്രത്തോട് പറയാറുണ്ടായിരുന്നു അഹമ്മദ് സാഹിബ്. ഡൽഹിയിലെ പള്ളിയിലെ ഇമാം അഹമ്മദ് സാഹിബിനെ സ്മരിക്കുന്നുണ്ട്. ചിലപ്പോഴേക്ക് ബാങ്ക് അദ്ദേഹം പാർക്കുന്ന റൂമിലേക്ക് കേൾക്കാത്ത അവസ്ഥ വരുമ്പോ അതിരാവിലെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് പള്ളിയിലെ ഇമാമിന് അഹമ്മദ് സാഹിബിന്റെ ഫോൺ വരും. ചോദ്യം ഇതായിരിക്കും, ബാങ്ക് കൊടുത്തു? ഇല്ല എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കും. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ആദ്യം മുസ്ലിമാണോ പിന്നെ ലീഗുകാരനാണോ? എന്റെ പ്രിയപ്പെട്ട MSF-കാരാ, നമുക്ക് അഹമ്മദ് സാഹിബാവാൻ ഒരു പക്ഷെ കഴിയണമെന്നില്ല, നമുക്ക് ബാഫിക്ക് തങ്ങളാവാൻ കഴിയില്ല, നമുക്ക് CH ആവാൻ കഴിയില്ല, നമുക്ക് ബനാത്ത് വാലയാവാൻ കഴിയില്ല, നമുക്ക് സേട്ട് സാഹിബാവാൻ കഴിയില്ല. പക്ഷേ അവർ പറഞ്ഞ സന്ദേശം ഉയർത്തിപ്പിടിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ആത്മാർത്ഥതയോടെ ഉണർത്തുക. ഇതൊരു മതപഠന ക്ലാസ് അല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ 5 വക്ത നിസ്കാരം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഈ പിടിക്കുന്ന കൊടിയോടും നമ്മൾ നെഞ്ചറ്റുന്ന ആദർശത്തോടും ആശയത്തോടും എത്രത്തോളം കൂറ് നമുക്കുണ്ട് എന്ന് നിങ്ങൾ സ്വന്തം മനസ്സിൽ ആത്മാർത്ഥമായിട്ടും ചോദിക്കും. നിങ്ങളെന്നും ഇത്ര കണക്ക് ഖുർആൻ ഓതണമെന്ന് ഞാൻ പറയുന്നില്ല, ദിക്റുകൾ പതിവാക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ പുതപ്പെട്ട് ഉറങ്ങിയിട്ട് 8 മണിക്കും 9 മണിക്കും വീട് വിട്ടിറങ്ങിയിട്ട് ലീഗിന്റെ കൊടി പിടിച്ച് പച്ച തുണിയും എടുത്ത് മുദ്രാവാക്യം വിളിക്കാനല്ല ലീഗ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിച്ച മഹാനായ നേതാക്കന്മാർ, ആ മഹാനായ നേതാക്കന്മാർ ഏൽപ്പിച്ചു തന്ന അമാനത്താണ്. ആ അമാനത്തിനോട് കൂറ് പുലർത്തണമെങ്കിൽ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ വാക്യം നിങ്ങൾ നെഞ്ചിലേറ്റാൽ, നിങ്ങൾ ആദ്യം മുസ്ലിം ആവുക, പിന്നീട് മുസ്ലിം ലീഗാരാവുക. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭാഗ്യം ചെയ്തവരാണ്. അല്ലെങ്കിൽ നമുക്ക് പാർട്ടിയുടെ യൂണിറ്റ് വേദികളിൽ, യോഗങ്ങളിൽ, ഭാരവാഹിത്വത്തിൽ നിൽക്കാൻ കഴിയുന്നവരാണ്. പക്ഷെ നമ്മളെ കൂടാതെ ഒരു സമയം അവിടെ പുറത്തുണ്ട്, അവർ പച്ചത്തുണി എടുത്തിട്ടുണ്ടായില്ല, നമ്മളെ പോലെ DJ സെറ്റപ്പുകൾക്ക് ചാടി കളിച്ചിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ ഭാരവാഹിത്വം ഉണ്ടായില്ല. പക്ഷേ ഉറങ്ങുമ്പോൾ അവരുടെ ദിക്ർ ലീഗായിരിക്കും, ഉണരുമ്പോൾ അവരുടെ ദിക്ർ ലീഗായിരിക്കും, അവരുടെ നടത്തത്തിൽ ലീഗായിരിക്കും. കലങ്ങൾക്ക് അവർ പോയിട്ടുണ്ടാകില്ല. സാധാരണക്കാരായ മനുഷ്യർ പ്രായം ചെന്നിട്ടും മരണക്കിടക്കയിലും മുസ്ലിം ലീഗ് എന്ന വികാരത്തെ നെഞ്ചിലേറ്റിയ അവരൊക്കെ കൊതിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടുന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. ഞാൻ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ അവസാനത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ഉപസംഹരിക്കാം. നമ്മൾ ഈ ലോകം വിട്ടുപോകും. അസ്രായേൽ എന്ന മാലാഖ നിങ്ങളുടെ ഒന്നും സമ്മതമില്ലാതെ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരും. മരണക്കിടയിൽ ഒറ്റക്ക് മരണവെപ്രാളത്തിൽ മല്ലിട്ട് കിടക്കുമ്പോ ദാഹം അധികരിച്ചു വരുമ്പോഴും ഒരിറ്റു വെള്ളം തരാൻ പോലും ചിലപ്പോൾ ആളുണ്ടായി. എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞു പോകുമ്പോ നിങ്ങളുടെയൊക്കെ പേര്
മുഹമ്മദ്, ജംഷീർ എന്ന പേരുകൾക്കപ്പുറം നിന്റെയൊക്കെ പേര് മയ്യത്ത് എന്നാകുന്ന ഒരു സമയം. അതുവരെ നമ്മളെ പേരിട്ട് വിളിച്ചവർ പിന്നീട് മയ്യത്ത് എപ്പോഴെടുക്കും എന്ന് ചോദ്യം ഉന്നയിക്കുന്ന സമയം. ആ സമയം വരുമ്പോ ഈ പാർട്ടി കൊണ്ട് എന്ത് കിട്ടും എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുവെങ്കിൽ, എനിക്ക് എന്ത് കിട്ടി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, എനിക്കൊന്നും ഈ പാർട്ടി കൊണ്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പരാതി പറയുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു പോകുന്ന സമയത്ത് മയ്യത്താകുന്ന നമ്മുടെ ശവശരീരത്തിന് മേലെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക വിളിച്ചിട്ട് നമ്മളെ സ്നേഹിച്ച, നമ്മളെ പരിചയപ്പെട്ട, നമ്മളെ അറിഞ്ഞ, നമ്മളെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട സാഹിബുമാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നേതാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ടവന് പുറത്തു കൊടുക്കണേ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെങ്കിൽ, നാളെ 6 അടി മണ്ണിലേക്ക് എടുത്തു വെച്ച് തൽക്കീനും തസ്ബീത്തും ചൊല്ലി നമ്മൾ ഒറ്റക്കാക്കിയിട്ട് വലതുവശത്തേക്ക് നമ്മളെ ചെരിച്ചു കിടത്തിയിട്ട് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ ഒറ്റക്കാക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ലീഗിന്റെ വേദികളിൽ നിന്ന് നമ്മളെ സ്മരിക്കാനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും ആരെങ്കിലും ഉണ്ടാകുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക കൊണ്ട്, ഈ MSF കൊണ്ട്, ഈ നേതാക്കന്മാരുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട്, ഈ ആദർശത്തെ നെഞ്ചിലേറ്റിയത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന്, എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് മരിച്ച് മണ്ണടിഞ്ഞു പോകുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ എന്നും സ്മരിക്കാനും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യമാണ് ഈ പാർട്ടിയെ നമ്മിലേക്ക് അടുപ്പിക്കുന്നതും നമ്മളെ ഈ പാർട്ടിയോട് അടുപ്പിക്കുന്നതും എന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ എന്ന് നെഞ്ചിലേറ്റുക, ഈ പാർട്ടിക്ക് ഖിദ്മത്ത് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഇതൊരു അമാനത്താണ്. നിങ്ങൾക്ക് നെട്ടക്കണക്കുകൾ വന്നാലും ഒരിക്കലും ഈ പാർട്ടിയെ വെച്ചുകൊടുക്കരുത്. ഒരിക്കലും ഈ പാർട്ടിയുടെ പതാക നിങ്ങൾ നിലത്തിട്ട് ചവിട്ടരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നമുക്ക് വേണ്ടെങ്കിൽ പാർട്ടി വിട്ടു പോകാം. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിസം കളിച്ചാൽ, ഈ പാർട്ടിയുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാർട്ടി ഒറ്റുകൊടുത്താൽ, ഈ നേതാക്കന്മാരൊന്നും വേണ്ട, എനിക്ക് വിപ്ലവങ്ങളുടെ പേരിൽ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ചെകുവേര മതി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, 6 അടി മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മഹാനായ മനുഷ്യരുടെ റൂഹ് നിങ്ങളോട് പൊറുക്കില്ല എന്ന് ഉണർത്തിക്കൊണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഹദീസ് നിങ്ങളെ വീണ്ടും ഉണർത്തിക്കൊണ്ട്, വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി അറിയിക്കാൻ പുതിയൊരു MSF യൂണിറ്റ് സെക്രട്ടറി ട്രഷറർ നസീർ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി പങ്കെടുത്ത നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഷെറിൽ സാഹിബിനും, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി നജീബ് സാഹിബിനും, അതുപോലെ MSF പ്രവർത്തകരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഈ പരിപാടി പങ്കെടുത്താൽ വിജയിപ്പിച്ചതിന് എല്ലാവർക്കും എൻ്റെ ഒറ്റവാക്കിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും.